ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ നല്ല വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ച്. എന്താണെന്നറിയണ്ടേ? ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ആ മഴയിലാണെന്നോ അറിയില്ല, നമുക്ക് അടുക്കളയുടെ സൈഡിൽ നിന്ന് ഇനിയൊരു സാധനം കിട്ടി. കുഞ്ഞൊരു കിളിയുടെ കുഞ്ഞു കൂട്. അതിനകത്ത് മുട്ടയുണ്ടായിരുന്നേ, 4 കുഞ്ഞു മുട്ട. ഹമ്മിങ് ബേർഡിൻ്റെ കൂടാണെന്ന് തോന്നുന്നു. ചെറിയൊരു കൂടായിരുന്നേ. പഴുത്ത ഇലയിലാണ് ആ കുഞ്ഞു കുരുവി കൂട് കൂട്ടിയിരുന്നത്. അതുകൊണ്ടാണെന്നും അറിയില്ല, ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമായിരിക്കും അത് ഒടിഞ്ഞ് തറയിൽ വീണത്. വേറൊരു ജീവികളും അതൊന്നും ചെയ്തില്ല. നമ്മളിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആ കൂടും കൊണ്ട് നിൽക്കുകയായിരുന്നേ. പെട്ടെന്നാണ് അവിടെ ഹമ്മിങ് ബേർഡിൻ്റെ കരച്ചിൽ കേട്ടോ, ആ ചെടിയുടെ ഇടയിൽ നിന്ന്. ചിലപ്പോൾ ആ ഹമ്മിങ് ബേർഡിൻ്റെ കുട്ടി തന്നെ ആയിരിക്കും. കുഞ്ഞു കുരുവിയില്ലേ, അതാണേ. കുഞ്ഞു കുരുവി അവിടെയൊക്കെ വന്നതാ ഇലയുടെ ഇടയിൽ കൂടെയൊക്കെ പറന്നു പോകണം. അതിന് ക്യാമറ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്ത ഇലകളുടെ ഇടയിലൊക്കെ. അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നുന്നത്, ഇതാണ് നമ്മുടെ പുതിയ കൂട്. കുഞ്ഞൊരു കലം ഉണ്ടായിരുന്നേ. ആ കലത്തിൽ ഞാൻ കുറച്ച് ചകിരികളൊക്കെ വെച്ച് കൂടുണ്ടാക്കി. ആ കൂട് നമുക്ക് ഈ ഹമ്മിങ് ബേർഡിന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ കൂടെടുത്ത് ഞാൻ കലത്തിനകത്ത് വെക്കാൻ പോവുകയാണ്. ആ കല നമ്മുടെ അടുക്കളയുടെ സൈഡിലായിട്ട് കെട്ടിയിട്ട് ഈ കൂടോടെ, ഞാൻ കൈകൊണ്ട് മുട്ട പോലും തൊട്ടില്ല, ചിലപ്പോൾ അത് എടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ആ കൂടോടെ തന്നെ അതിനകത്ത് വെച്ച് കൊടുത്തു. ചിലപ്പോൾ ആ കിളി വരുമായിരിക്കും എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. എനിക്കറിയില്ല നീ ഇങ്ങനെ ചെയ്താൽ അത് വരുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ കൂട് സെറ്റാക്കി. ഇതാണ് നമ്മുടെ കൂടിനകത്ത് സേഫാക്കി ഞാൻ വെച്ചു. മഴ പെയ്യാതിരിക്കും ഒരു ചെറിയ പഴയ നമ്മുടെ ജാറിൻ്റെ ഒരു അടപ്പും കൂടെ എടുത്ത് മൂടി വെച്ചു കേട്ടോ. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനത് ചെയ്തു. വൈകിട്ടായി. ഞാൻ കിളീനെ അവിടെ ഒക്കെ നോക്കി കേട്ടോ. പല ചില്ലകളിലും മരത്തിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അവിടെ അത്രയും വൈകിട്ടായപ്പോൾ നോക്കി. പക്ഷെ അതിനെ കണ്ടില്ല. അതിനി വരുമോ എന്തോ എനിക്ക് അതറിയത്തില്ല. പക്ഷെ ഞാൻ പിന്നെ അതിനെ കണ്ടതില്ല. ഞാൻ അവിടെ ആ ചെടികളുടെ ഇടയിൽ ഫുള്ള് നോക്കി. എന്നാൽ നമ്മുടെ മുട്ടയും കൂടും ഒക്കെ സേഫായിട്ട് ആ കുടത്തിനകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങൾ വൈകിട്ട് ചെന്ന് നോക്കിയപ്പോഴും മുട്ടയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അതാ ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ആ കിളി വരുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. വീണ്ടും നല്ല മഴ വരുന്നുണ്ട്. ഇനി കിളി വരുമോ ഇല്ലയോ അറിയില്ല. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. ഈ മുട്ട ഇങ്ങനെ ചിലപ്പോൾ നശിച്ചു പോവോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. ആ കിളി വരണേന്ന് ഞാൻ 1000 വട്ടം പ്രാർത്ഥിക്കാം. നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബൈ.